ഷാഹി കബീർ പ്ലസ് പോലീസ് സ്റ്റോറി അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണ്. മൂപ്പരുടെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ മൂവീസും സംസാരിക്കുന്ന പോലീസ് ഓഫീസറിന്റെ ലൈഫും അവരുടെ ലൈഫിൽ നടക്കുന്ന കുറേ ഇവന്റ്സ് ഒക്കെയാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആണ് എല്ലാ മൂവീസും കാണാനായിട്ട്. അതിൽ കുറച്ച് കൊമേഴ്ഷ്യൽ ടച്ച് ഉള്ള ഒരു മൂവി എന്ന് പറയുന്ന ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. ബാക്കി എല്ലാ മൂവീസും നായാട്ടാലും ജോസഫ് ആയാലും ഇലവഴി പൂഞ്ചിര ആയാലും എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള മൂവീസാണ്. പുള്ളിക്കാൻ്റെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഓരോ എലമെന്റ്സ് നമ്മളെ പിടിച്ചിരുത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ അത് ഇങ്ങനെ പോകാതെ കിടക്കുന്നത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് മൂപ്പറുടെ മൂവീസ് ഒക്കെ ഉള്ളത്. സോ അങ്ങനത്തെ ഡയറക്ടറിന്റെ ഏറ്റവും പുതിയ മൂവിയാണ് റോന്ത്. ഒരു കിടിലം പടം. ഈ ഒരു സിനിമയിൽ സംസാരിച്ചിരിക്കുന്നതും രണ്ട് പോലീസ് ഓഫീസേഴ്സും അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സും സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ ഭയങ്കര റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പോലീസ് ഓഫീസറിന്റെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. അവരെവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, അവരെവിടെ എൻഡ് ചെയ്യുന്നു, നമ്മൾ അവരുടെ കൂടെ ഒരു ട്രാവലാണ്. അത്ര പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ എല്ലാം ഈ ഒരു സിനിമയിൽ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് രണ്ട് പോലീസ് ഓഫീസേഴ്സ് അവരുടെ നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്നതും അവിടെ അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഇവർ ആ ഒരു ഡ്യൂട്ടിക്ക് കയറി അവർ ആ നൈറ്റ് പെട്രോളിന് ആ ജീപ്പിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ അവരുടെ കൂടെ അങ്ങ് കയറുവാണ്. എന്നിട്ട് ആ ഒരു ഡ്യൂട്ടി കഴിഞ്ഞാൽ അവർ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പുറത്തിറങ്ങും. ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ആ രാത്രി ഫുൾ അവരുടെ കൂടെ ഓരോ ഇവന്റ്സും ഓരോ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവർ എവിടെ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എന്ത് സിറ്റുവേഷനാണ് ഓവർകം ചെയ്തിരിക്കുന്നത്, അവരുടെ കൂടെ നമ്മൾ അതെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത്ര ഡെപ്താണ് ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. ആ ഒരു ജേണി ഉണ്ടല്ലോ, നമ്മളെ പിടിച്ചിരുത്തി ആ രണ്ട് പോലീസ് ഓഫീസേഴ്സിന്റെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതൊരു വല്ലാത്തൊരു ഫീല് തന്നെയാണ്. ആൻഡ് ഈ ഒരു സിനിമയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ടതുപോലെ ഒരു സ്റ്റേഷനകത്ത് നടക്കുന്ന കുറേ ഇവന്റ്സ് പോലെയാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ചുമ്മാ റാൻഡം ആയിട്ടല്ല, ഓരോ സിറ്റുവേഷൻസ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇവർ ഡ്യൂട്ടിക്ക് കയറി ഇവർ ഡ്യൂട്ടി ക്ലോസ് ചെയ്യുന്ന ടൈം വരെ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസും ഭയങ്കര കണക്ഷനാണ്. ആ ഒരു കണക്ഷൻ കണക്ട് ചെയ്ത് പോകുന്നത് വളരെ അടിപൊളിയാണ്. അതാണ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞത്. ചുമ്മാ റാൻഡമായിട്ട് അവർ ഒരുപാട് ആൾക്കാരെ കാണുന്നു, ഒരുപാട് സിറ്റുവേഷൻസ് പോകുന്നു, അങ്ങനെ ചെയ്യാം. പക്ഷേ ആ ഓരോ കാര്യത്തിനും ഭയങ്കര രീതിയിലുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സിനിമയെ വേറൊരു ട്രാക്കിലോട്ട് തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് നമ്മളെ പിടിച്ചിരുത്തുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെ പെർഫോമൻസ് തന്നെയാണ്. ഒന്ന് ദിലീഷ് പോത്തൻ ആൻഡ് റോഷൻ മാത്യു. മാൻ ഒരു രക്ഷയില്ല, രണ്ടുപേരുടെ പെർഫോമൻസ് അത്ര അടിപൊളിയാണ്. ഒരു സെക്കൻഡ് ഒരു സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നത്തില്ല. കാരണം അത്ര കിട്ടലോട്ടാണ് ആ രണ്ടുപേരും ആ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. എസ്പെഷ്യലി ദിലീഷ് പോത്തൻ. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. പുള്ളിക്കാരൻ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷൻസും അവിടുത്തെ ഇവന്റ്സും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ അവിടുത്തെ ഒരു ഇമോഷണൽ ആയാലും ടെമ്പർ ആയാലും അതൊക്കെ ഭയങ്കര നൈസായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റോഷൻ മാത്യുവും. അത്ര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഈ രണ്ടുപേരുമാണ് ഈ സിനിമയുടെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സും ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ റൺ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂറുള്ള മൂവി പക്ഷേ കണ്ടു കഴിയുമ്പോൾ ഒരു വലിയൊരു സിനിമ കണ്ട ഒരു ഫീല് കിട്ടുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ വിത്തിൻ ടൈമിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് സിറ്റുവേഷൻസ്, ആ ഒരു രാത്രി നൈറ്റ് പെട്രോളിൻ്റെ അകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മൾ രണ്ട് പോലീസ് ഓഫീസറിൻ്റെ ജീപ്പിൻ്റെ അകത്ത് നമ്മൾ ഒരു കാഴ്ച കാണണമെങ്കിൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് ദിവസം നമ്മൾ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത ഒരു ഫീൽ നമുക്ക് ആ ഒരു 2 മണിക്കൂറിനകത്ത് കിട്ടുന്നുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും സിനിമയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേനും ക്യാരക്ടർ പെർഫോമൻസും പറയുന്ന പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ്. ഈ ഒരു മൂവി ത്രൂ ഔട്ട് നടക്കുന്ന രാത്രിയാണ്. സോ അവിടുത്തെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, സിനിമാറ്റോഗ്രാഫിയിലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എടുത്തു പറയണം. അത് ആരാ ചെയ്തത് എനിക്ക് അറിയത്തില്ല, ഞാൻ പേര് നോക്കിയില്ല. ഓരോ സൗണ്ടും ആ രാത്രി നടക്കുന്ന ആ ഒരു ഇവന്റ്സിൽ നടക്കുന്ന ഓരോ സൗണ്ടും അതിന്റെ മിക്സിങ്ങും മാൻ ടോപ്പ് ലെവലായിരുന്നു. ചില സിറ്റുവേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും. സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും ഒരുപാട് കിടിലം വിഷ്വൽസ് ഉണ്ട്. ആൻഡ് എഡിറ്റിംഗ് ആയാലും ഓരോ സീക്വൻസും എന്താണോ സീക്വൻസിന് ആവശ്യം, അല്ലെങ്കിൽ എങ്ങനെ എത്ര മിനിറ്റ് എവിടെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടുത്ത സീക്വൻസ് എങ്ങനെ കണക്ട് ചെയ്യണം, അതൊക്കെ വളരെ നൈസായിട്ടാണ് ആ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെയാണ് കളറിംഗ്. ആ ഒരു കളറിംഗ് ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഈ രാത്രിത്തെ ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ പോലീസ് ജീപ്പും ആ ഒരു സൈറന്റെ റെഡ് ആൻഡ് ബ്ലൂ ആ ഒരു ടോൺ, അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറിംഗ് ടോണൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. ഒരു ഭയങ്കര രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ആൻഡ് സിനിമ തീരണ്ടെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം ആ ഒരു ജേണി അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രണ്ട് പോലീസ് ഓഫീസേഴ്സ് അവരുടെ ജീവിതം, അവരും മനുഷ്യരാണ്. നമ്മൾ പോലീസുകാർ എന്തൊക്കെ പറയുന്നുണ്ട്, അവർക്കും ഫാമിലി ഉണ്ട്, അവർക്കും ജീവിതമുണ്ട്, അവർക്കും എല്ലാ ഇമോഷൻസും ഉണ്ട്. അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കോൺഫ്ലിക്ട്സും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഇവന്റ്സും, അല്ലെങ്കിൽ അവർ ചിരിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്, അവർ ആ ഡ്യൂട്ടി രാവിലെ സൈൻ ഔട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നവരെ എങ്ങനത്തെ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, അതെല്ലാം പറയുന്നുണ്ട്. ആൻഡ് ആ ഒരു പോലീസ് ഓഫീസർ തമ്മിലുള്ള പൊളിറ്റിക്സും ആ ഒരു ഈഗോയും അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസും ലോയർ ഒഫീഷ്യൽസും അവർ തമ്മിലുള്ള ക്ലാഷും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വളരെ നൈസായിട്ട് തന്നെ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഈ മൂവിയുടെ റൈറ്റർ ആൻഡ് ഡയറക്ടർ ആയിട്ടുള്ള ഷാഹി കബീർ ഒരു എക്സ് പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ലൈഫിൽ ഇതുപോലത്തെ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോയി കാണും. അതൊക്കെ ഭയങ്കര നൈസായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ജീവിതമാണ്, അല്ലാതെ ചുമ്മാ ഒരു സിനിമയ്ക്ക് വേണ്ടി തട്ടിക്കൂട്ടിയതുപോലെ തോന്നത്തില്ല. ഒരു
ഒരു പോലീസ് ഓഫീസർ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. എനിക്ക് ഓവറോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങിയപ്പോൾ 100% അല്ലെങ്കിൽ 200% നമ്മൾ സാറ്റിസ്ഫൈഡ്. അത്ര കിടില മൂവിയാണ്. ഈ ഒരു സിനിമയുടെ പോക്കും ഒരു ഡാർക്കറായിട്ടുള്ള കുറച്ച് ഹോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമ കടന്നു പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസിൽ ഒരുപാട് ഹ്യൂമറും ആങ്കറും ഇമോഷണലും എല്ലാം തന്നെ ഉണ്ട്. എൻ്റെ ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമ കുറച്ച് ഡാർക്കറാണ്. മറ്റുള്ള ഷായി കബീർ മൂവീസൊക്കെ പോലെ തന്നെയാണ് ഇതും കുറച്ച് ഡാർക്കറായിട്ടാണ് സിനിമ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. സോ എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് ഓവറോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്ന ഒരു കിടില മൂവിയാണ് റോന്ത് എന്ന് പറയുന്നത്. സോ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.